ഒരൊറ്റ വാരാന്ത്യം. ആ ഒരൊറ്റ വാരാന്ത്യം കൊണ്ട് ലോകത്തെ മാർക്കറ്റുകളെ മൊത്തത്തിലൊന്ന് പിടിച്ചുകുലുക്കാൻ ഒരു സൈനിക നീക്കത്തിന് പറ്റുമോ? വെനസ്വേലയിൽ നടന്നത് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ എണ്ണയിലും സ്വർണത്തിലുമൊക്കെ ഉണ്ടാക്കിയ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇത് വെറുമൊരു സാധാരണ പ്രസ്താവനയായിരുന്നില്ല, അല്ലേ? ലോകരാഷ്ട്രീയത്തിലും മാർക്കറ്റുകളിലും വലിയ ചലനങ്ങളുണ്ടാക്കാൻ പോകുന്ന ഒരു നീക്കത്തിന്റെ വളരെ വ്യക്തമായൊരു സൂചനയായിരുന്നു ഇത്. അതോടെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ വെനസ്വേലയിലേക്ക് തിരിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഭാഗം, അപ്രതീക്ഷിത പ്രഹരം. ഈയൊരു കോളിളക്കത്തിനെല്ലാം കാരണമായ ആ നിർണായകമായ വാരാന്ത്യത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് കേട്ടോ കഥ തുടങ്ങുന്നത്. കാരക്കാസിൽ നടന്ന ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ അതൊരു ലോക്കൽ സംഭവം മാത്രമായിരുന്നില്ല. ലോകം മുഴുവനുമുള്ള ട്രേഡിംഗ് ഡെസ്കുകളിലുണ്ടല്ലോ, അവിടെയൊക്കെ അപായമണി മുഴങ്ങാൻ ഇത് കാരണമായി. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ആദ്യം കരാക്കസിൽ സൈനിക നടപടി തുടങ്ങി. തൊട്ടു പിന്നാലെ മഡൂറോയെയും ഭാര്യയെയും പിടികൂടി. പിന്നെ വന്നു ട്രംപിന്റെ ആ ശക്തമായ പ്രഖ്യാപനം. ഇതിനെതിരെ റഷ്യയും ക്യൂബയും പോലുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരൊറ്റ വീക്കെൻഡിൽ അരങ്ങേറിയത്. ഇനി രണ്ടാം ഭാഗം, ഓഹരി വിപണികളുടെ നിസ്സംഗത. ഇത്രയും വലിയൊരു ന്യൂസ് വന്നിട്ടും ലോകത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുകൾ പ്രതികരിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? സാധാരണഗതിയിൽ ഒരു യുദ്ധഭീതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും അനിശ്ചിതത്വമോ ഉണ്ടായാൽ ഓഹരി വിപണികൾ താഴേക്ക് പോവുകയാണ് പതിവ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എന്തായിരിക്കും അതിന് കാരണം? സത്യം പറഞ്ഞാൽ യുഎസ് ആയാലും ഇന്ത്യൻ മാർക്കറ്റുകളായാലും ഈ വാർത്തയെ ഏതാണ്ട് അവഗണിച്ചു എന്ന് തന്നെ പറയാം. ഇൻവെസ്റ്റേഴ്സ് ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിച്ചത് വരാനിരിക്കുന്ന കമ്പനികളുടെ റിസൾട്ടുകളിലും മറ്റ് എക്കണോമിക് ഡേറ്റയിലുമായിരുന്നു. ഇത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വലിയ രാഷ്ട്രീയ തലക്കെട്ടുകളേക്കാൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് അടിസ്ഥാനപരമായ സാമ്പത്തിക കാര്യങ്ങളായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ഭാഗം, യഥാർത്ഥ കഥ പറയുന്നത് കമ്മോഡിറ്റികളാണ്. സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെ ശാന്തമായിരുന്നപ്പോൾ യഥാർത്ഥ കൊടുങ്കാറ്റ് വീശിയത് കമ്മോഡിറ്റി മാർക്കറ്റിലായിരുന്നു. ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ആ വാർത്ത പുറത്തുവന്ന ആ നിമിഷം തന്നെ എണ്ണവില ആകാശത്തേക്ക് കുതിച്ചു. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാൾ വളരെ മുകളിൽ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിലെ ആ ഒരു ശാന്തതയ്ക്ക് നേരെ വിപരീതമായിരുന്നു ഇവിടുത്തെ പ്രതികരണം. ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നോക്കൂ, ഒരു സൈഡിൽ യുദ്ധം വരുമോ, പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള പേടി കാരണം എണ്ണവില മുകളിലേക്ക് പോകുന്നു. പക്ഷെ അതേസമയം വേറൊരു യാഥാർത്ഥ്യമുണ്ട്. വെനസ്വേലയുടെ ഉൽപ്പാദനം ഇപ്പൊ തന്നെ വളരെ കുറവാണ്. അപ്പൊ അവരെ നിർത്തിയാലും ഗ്ലോബൽ സപ്ലൈയിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഈ ഒരു ചിന്ത വിലയെ താഴോട്ടും വലിക്കുന്നു. അപ്പോ മാർക്കറ്റ് ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽപ്പെട്ട ആടുകയായിരുന്നു. ഇത് നമ്മളെ, അതായത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണവിലയിൽ വരുന്ന ഓരോ വർധനവും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ നേരിട്ട് മാറ്റങ്ങൾ വരുത്തും. പണപ്പെരുപ്പം കൂടാനും രൂപയുടെ മൂല്യം താഴോട്ടു പോകാനുമൊക്കെ ഇത് കാരണമാകും. അപ്പോ എണ്ണ വിപണിയിൽ ഇങ്ങനെയൊരു അനിശ്ചിതത്വം വന്നപ്പോൾ നിക്ഷേപകർ എന്തു ചെയ്തു? അവരുടെ പണം കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. അതിന്റെ ഫലമെന്തായിരുന്നു? സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയർന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിക്ഷേപകർ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടിയത്? കാരണം വളരെ ലളിതമാണ്. ലോകത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആളുകൾക്ക് കറൻസിയിലോ സ്റ്റോക്കുകളിലോ ഉള്ള വിശ്വാസം കുറയും. അപ്പോ അവരെ പണം സുരക്ഷിതമായി വയ്ക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരു ആസ്തിയാണ് സ്വർണം. അതുകൊണ്ടാണതിനെ ഒരു സേഫ് ഹേവൻ, അതായത് സുരക്ഷിത താവളം എന്ന് പറയുന്നത്. ഇനി മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ചെമ്പിന്റെ വിലയെ സ്വാധീനിച്ചത് ലോക സാമ്പത്തിക വളർച്ച കുറയുമോ എന്നുള്ള പേടിയാണ്. അതേസമയം പ്രകൃതിവാതക വിപണിയിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: ഓരോ കമോഡിറ്റിയും ഓരോ സംഭവത്തോട് പ്രതികരിക്കുന്നത് അതിന്റേതായ കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ നാലാമത്തെ ഭാഗം, വിപണിയുടെ മനഃശാസ്ത്രം. ഇതുവരെ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് മാർക്കറ്റുകൾ ഇങ്ങനെ പെരുമാറിയത്? ഇതിന്റെയൊക്കെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്? ഇതാണ് ഈ മുഴുവൻ വിശകലനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എണ്ണയുടെ വില കൂടുന്നത് സപ്ലൈ നിലയ്ക്കുമോ എന്നുള്ള പേടികൊണ്ടാണ്.
അതായത് എനിക്ക് പെട്രോള് കിട്ടുമോ എന്ന പേടി. എന്നാൽ സ്വർണത്തിന്റെ വില കൂടുന്നത് അതിനേക്കാൾ വലിയൊരു പേടി കൊണ്ടാണ്. ഈ ലോകത്തിന് മൊത്തത്തിൽ എന്ത് സംഭവിക്കും എന്ന ആഗോള അനിശ്ചിതത്വം. ഒന്ന് സപ്ലൈയെക്കുറിച്ചുള്ള പേടി, മറ്റൊന്ന് ലോകത്തെക്കുറിച്ചുള്ള പേടി. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ട്രേഡർമാർ ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. മാർക്കറ്റിലെ പേടിയുടെ അളവ് കാണിക്കുന്ന വിക്സ് ഇൻഡെക്സ്, ഡോളറിന്റെ മൂല്യം, കമോഡിറ്റി വിലകളിലെ വലിയ ചാഞ്ചാട്ടങ്ങൾ, ഇതെല്ലാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം എന്നതിന്റെ സൂചനകൾ നൽകുന്നവയാണ്. അവസാന ഭാഗം: നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരി, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേബിളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം ഒരു സംഗ്രഹം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ചെറിയൊരു കാലയളവിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രൂഡ് ഓയിലും സ്വർണവുമാണ്. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റുകൾ തൽക്കാലത്തേക്ക് ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്നൊക്കെ മാറി അടിസ്ഥാന സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ഒരു പ്രതിസന്ധി വെനസ്വേലയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിലെ ഈ കോളിളക്കം ഒരു താൽക്കാലിക സംഭവം മാത്രമായിരിക്കും. എന്നാൽ ഈ സംഘർഷം മറ്റു രാജ്യങ്ങളിലേക്കു കൂടി പടരുകയാണെങ്കിൽ കഥ മൊത്തത്തിൽ മാറും. അപ്പോ അവസാനമായി ഒരൊറ്റ ചോദ്യം: ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ ജിയോപൊളിറ്റിക്കൽ ഷോക്കിന്റെ തുടക്കമാണോ നമ്മളിപ്പോൾ കാണുന്നത്? അതോ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മാർക്കറ്റ് മറന്നുപോകുന്ന ഒരു ചെറിയ വാർത്ത മാത്രമാണോ ഇത്? വരും ദിവസങ്ങളിലെ കണക്കുകൾ ഇതിനൊരുത്തരം തരും. അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം.